അജന്ത ഇന്നസൈറ്റ് കൗൺസിലിംഗ് നിന്നുമാണ്. ഇന്ന് ഞാൻ ഡിവോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ എങ്ങനെ വളർത്തണമെന്ന് പറയാം. ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത വിധം ദിനംപ്രതി ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേർപിരിയുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂർ പോലെയുള്ള സിറ്റിയിൽ വിവാഹമോചനം ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി കുടുംബ കോടതികൾ വർദ്ധിച്ചു വരികയാണ്. വേർപിരിയുവാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാരെ കൂട്ടിയോജിപ്പിക്കുവാനായി ഇന്ന് കുടുംബ കോടതികൾ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കുടുംബാംഗങ്ങൾ, സാമ്പത്തികം, അവിഹിത ബന്ധം, വഴിവിട്ട ജീവിതം, പിന്നെ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം. കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ മയക്കമരുന്ന്, മദ്യപാനം ഇവയ്ക്കൊക്കെ അടിമപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിവാഹമോചനത്തിനുള്ള കാരണങ്ങളാകുന്നു. വിവാഹമോചനം എന്ന് പറയുന്നത് പെട്ടെന്നെടുക്കേണ്ട ഒരു തീരുമാനമല്ല. ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ചു ജീവിച്ച ദമ്പതിമാര് പോലും വിവാഹമോചനം തേടിയെത്താറുണ്ട്. ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. വിവാഹമോചനം ചോദിക്കുന്നവർക്കും ഇതൊരു വിഷമമുള്ള കാര്യമാണ്. അത് നൽകുന്നവർക്കും ഇതേറെ വിഷമം ഉണ്ടാക്കുന്നു. എന്തെന്നാൽ ദമ്പതിമാരിൽ ഒരാൾക്ക് ഇതിൽ താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒന്നിച്ചു ജീവിക്കാൻ പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ദാമ്പത്യ ജീവിതം തുടർന്നു കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇത് കാരണം കുട്ടികളിലുണ്ടാകുന്ന മാനസിക സംഘർഷം ചെറുതായി കാണാൻ കഴിയില്ല. ഒരു നിമിഷമെങ്കിലും നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വിവാഹമോചനത്തിനുള്ള തീരുമാനം എടുക്കാൻ നമ്മൾ ആലോചിക്കില്ല. കുട്ടികളുടെ സാന്നിധ്യത്തിലുള്ള മാതാപിതാക്കളുടെ വഴക്ക് അവരിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം സത്യമാണ്, കുട്ടികളുടെ മുമ്പിലുള്ള മാതാപിതാക്കളുടെ വഴക്ക്, അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല, വലിയ വഴക്കുകൾ അവരിൽ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം കുട്ടികളിൽ വളരെ സ്വാധീനം ചെലുത്തുന്നു. മാതാപിതാക്കളിൽ നിന്നാണ് അവർ പലതും പഠിക്കുന്നത്. മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ. ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛൻ അമ്മയെ അടിക്കുകയാണെങ്കിൽ അതൊരു ശരിയായ കാര്യമാണെന്നേ അവൻ കരുതുള്ളൂ. അവൻ വളർന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും അവന്റെ ഭാര്യയോടും അവൻ അങ്ങനെ തന്നെ പെരുമാറും. ഒരു പെൺകുട്ടി അച്ഛൻ അമ്മയെ അടിക്കുന്നത് കണ്ടാലും അത് ശരിയാണെന്ന് തന്നെ അവളും കരുതിയുള്ളൂ. ഒരുപക്ഷെ കുട്ടികളായിരിക്കുമ്പോഴല്ല, മുതിർന്നു കഴിയുമ്പോഴാണ് അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുക. വിവാഹ ജീവിതം ഉണ്ടാകുമ്പോൾ അവരും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികളുടെ സാന്നിധ്യത്തിൽ വഴക്കുണ്ടാക്കുന്നത് നല്ല സ്വഭാവമല്ല. കുട്ടികൾക്ക് സംരക്ഷണവും അനുസരണയാണ് അത്യാവശ്യമായി വേണ്ടത്. മാതാപിതാക്കൾ വേർപിരിയുന്നത് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന അനുസരണാശീലവും അവർക്കുണ്ടാകുന്ന സംരക്ഷണവും ഒരുപാട് നഷ്ടമാകുന്നു. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരുപാട് ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് വിവാഹമോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ കുട്ടികളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അതായത് ഞാൻ പറയുന്നത്, അവരുടെ പ്രായത്തിനനുസരിച്ച് വേണം അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ. കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ഉണ്ടാകുന്ന ചിന്തകൾ വളരെ വ്യത്യസ്തമാണ്. അവരിത് മനസ്സിലാക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് കുട്ടികളോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയണമെന്നുള്ള കാര്യം നിർബന്ധമല്ല. ഇതൊക്കെ അവരോട് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം നല്ലവണ്ണം സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ട് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരുമിച്ചുള്ള ജീവിതം ഇനി കഴിയില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ചിലപ്പോൾ കുട്ടികളാണ് ഇതിന് കാരണക്കാരെന്ന് അവർക്ക് സ്വയം തോന്നാം. എന്നാൽ അങ്ങനെയല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ കാരണമാണ് അച്ഛനമ്മമാർ വഴക്കിടുന്നതെന്ന് കുട്ടികൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അവരെ ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിക്കും. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അവരിൽ കുറ്റബോധം ഉടലെടുക്കാനും സാധ്യതയുണ്ട്. അതിനുള്ള അവസരം ഉണ്ടാകാതിരിക്കുക. കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക. യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും സത്യം പറയുക. അവരോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിക്കില്ലെന്നും പറയണം. ഇങ്ങനെ വ്യക്തമായി പറയുകയാണെങ്കിൽ കുട്ടികൾ അത് മനസ്സിലാക്കുന്നതാണ്. വിവാഹമോചനത്തെക്കുറിച്ചും അത് കുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്നും നമ്മൾ കണ്ടു. ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയുവാനും എന്തിൽ കാണുക. ശേഷം അടുത്ത എപ്പിസോഡിൽ.